ഹായ് നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. നമ്മുടെ ശിലാ മ്യൂസിയത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1600 ഔഷധ ചെടികളുണ്ട്. ശരിക്കും ബിസിനസ്സിന് വേണ്ടി മറ്റു കാര്യങ്ങളും നോക്കിയല്ല ആൾക്കാരെല്ലാം ഇത് നട്ട് വളർത്തുന്നത് പണ്ട് കാലത്ത്. കാരണം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങളിവിടെ ഏത് ചൂടുള്ള സമയത്ത് വന്നാലും മേപ്പോട്ടൊന്ന് ക്യാമറ ഒന്ന് കാണിച്ചേ, കണ്ടോ? ഏത് ചൂടുള്ള സമയത്ത് നിങ്ങളിവിടെ വന്നാലും നല്ല തണുപ്പാണ്, ഇവിടെ നല്ല കാറ്റാണ്. പിന്നെ പല സമയത്തും നമുക്ക് കിളികളെയും ചെറിയ ചെറിയ പണ്ട് എല്ലാ ജീവികളെയും നമുക്കിവിടെ കാണാം. എന്ന് പറഞ്ഞാൽ കിളികൾ തന്നെ എത്ര സൈസ്, അതുപോലെ ചിത്രശലഭങ്ങളൊക്കെ, ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഇരുന്നുണ്ട്. നമ്മളിപ്പം എല്ലാം വെട്ടി അങ്ങോട്ട് മാറ്റി ഒരു മരുഭൂമി പോലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. ഇവിടെ നമുക്ക് അത്യാവശ്യം ഫാനില്ലാതെ നമുക്കിവിടെ നിൽക്കാൻ പറ്റും. കാരണം നല്ല തണുപ്പ്, നല്ല സൂപ്പറാണ്. ഇത് വന്ന് കാണാൻ മനസ്സിലാവും. കാരണം ഇവിടെ അങ്ങോട്ട് മൊത്തം വൻ കാട് പോലെ. അപ്പോൾ ഞാനത് ഈ പ്രാവശ്യം വെട്ടിത്തെളിച്ചത് പോലും ഇല്ല. കാരണം നമുക്കത് അങ്ങനെ കിടക്കുന്ന കാണാൻ ഒരു സന്തോഷം. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇതിപ്പോൾ കർപ്പൂരം എന്ന് പറഞ്ഞൊരു മരമാണ്. കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തടിയിൽ നിന്ന് പ്രോസസ് ചെയ്തെടുത്താണ് യഥാർത്ഥ കർപ്പൂരം ഉണ്ടാക്കുന്നത്. ഇതാണ് കർപ്പൂരം തടി. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും കാണാനില്ല. ശരിക്കും ഇതിൽ നിന്ന് ഇപ്പോൾ കർപ്പൂരം എടുക്കുന്നില്ല, കെമിക്കലുകൾ വെച്ചാണ് കർപ്പൂരം എടുക്കുന്നത്. യഥാർത്ഥ കർപ്പൂരം എടുക്കുന്നത് ഇതിനകത്ത് നിന്നാണ്. അപ്പം ഇതിന്റെ ഇല എടുത്ത് മണപ്പിച്ച് കഴിഞ്ഞാൽ കർപ്പൂരത്തിന്റെ മണമാണ്. ഇത് ബ്ലാക്ക് ജിഞ്ചർ എന്ന് പറയും. ഈ ബ്ലാക്ക് ജിഞ്ചറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, തായ്ലൻഡ് പോലുള്ള സ്ഥലത്ത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നൊരു സാധനമാണ്. ഇത് ശരിക്കും ഉത്തേജനം ഉണ്ടാവാനാണ്, നമുക്കൊരു എനർജി ഉണ്ടാക്കാൻ, ഉത്തേജനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ചെടിയാണ്. ഈ ഒരു ഇഞ്ചിയിൽപ്പെട്ട സാധനമാണ് ഈ ബ്ലാക്ക് ജിഞ്ചർ. ഏകദേശം ഒരു ഇഞ്ചി തന്നെ ഒരു 15ഓളം വെറൈറ്റി ഉണ്ട്. കോഴിക്കാലിൻ ഇഞ്ചി, പിന്നെ ശബരിമലക്കാട്ടിൽ ഇഞ്ചി, കൊള്ളിമലക്കാട്ടിൽ ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുക്കിന് വേണ്ടിയുള്ള പ്രത്യേക ഇഞ്ചി, അങ്ങനെ പല ടൈപ്പ് ഇഞ്ചിയുണ്ട്. അതിൻ്റെ ഒരു 10-15 വെറൈറ്റി തന്നെ ഉണ്ട്. തായ്ലൻഡിലെ ഒരു പ്രത്യേക വെറൈറ്റി ഇഞ്ചി ഞാൻ കൊണ്ടുവന്നു. അമേരിക്കൻ ഇഞ്ചി എൻ്റെ ഉണ്ട്, ചൈനീസ് ഇഞ്ചിയുണ്ട്. അങ്ങനെ കുറേ ഇഞ്ചികൾ തന്നെ വെറൈറ്റി തന്നെ നമ്മുടെ കയ്യിലുണ്ട്. കാട്ടിൽ തന്നെ ഒരു 3-4 വെറൈറ്റി തന്നെ ഇഞ്ചി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനകത്തുള്ളത് ഇതൊരു വൈറലായൊരു വീഡിയോ ആയിരുന്നു പണ്ട് കാലത്ത്. ഇത് ശരിക്കും കുറച്ച് ഇലയെടുത്ത് വെള്ളത്തിൽ ഞൊടി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ആയി കഴിയുമ്പോൾ ഇത് അലുവ് പോലെ കട്ടിയാവും. കട്ട് ചെയ്താൽ കഴിച്ചാൽ ഒരു സാധനം കഴിക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമാണ് ഇത്. സന്യാസികളൊക്കെ കഴിക്കുന്നത്. പിന്നെ എല്ലാവരും പണ്ട് ട്രൈബൽസൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ ഇത് നമ്മുടെ മരുത്തോമല പോലുള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടുള്ളത്. പിന്നെ പാടത്താളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചെടിയുണ്ട്. അതല്ല ഇത്, അതുകൊണ്ട് യാതൊരു ബന്ധവും ഇല്ല. നമുക്ക് ഇത് കിളിപ്പിക്കാൻ ഞാനിപ്പോൾ അവിടെ തൈ കൊണ്ടുവന്നതാ. ഇതിന്റെ വേറൊരു എണ്ണം കൂടെ ഇവിടെ നിൽപ്പുണ്ട്. ഇതിനെയും തൈയാക്കി റെഡിയാക്കി എടുക്കുക. പക്ഷേ പാടാണ് കിളിച്ച് റെഡിയായി വരാൻ. റെഡിയായി വന്നാൽ ഇത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നാണ് പറയുന്നത്. കാരണം മറ്റേതൊക്കെ എന്റെ വലുതായിട്ടുണ്ട്. ഇത് ചിറ്റരത്ത എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിന്റെ ഇലയും പൂവും അതിന്റെ ആ കിഴങ്ങും എല്ലാം ഭയങ്കര മണമാണ്. ചിറ്റരത്ത നല്ല സുഗന്ധമുള്ള സാധനമാണ്. ഈ വള്ളിപ്പടപ്പ് നിൽക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് സമുദ്ര പച്ചയെന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല എടുത്തിട്ട് നല്ല വൃത്തി ഇടിച്ച് പിഴിഞ്ഞിട്ട്, ഈ വെരിക്കോസ് ഉള്ളവർ നല്ല വൃത്തിക്ക് ഇടിച്ച് പിഴിഞ്ഞിട്ട് കോട്ടൺ തുണി, വെരിക്കോസിൻ്റെ തുടക്കക്കാരൊക്കെ നല്ലതായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ പോയി കാണുക. ഇത് സൈഡ് എഫക്റ്റും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞിട്ട് ആ ചാറിലേക്ക് കോട്ടൺ തുണി മുക്കുക. എന്നിട്ട് നല്ല വൃത്തിക്ക് കെട്ടുക. കാലിൽ കെട്ടി വെച്ചതിന് ശേഷം ഒരു 7 ദിവസമോ 10 ദിവസമോ ഇത് ഉപയോഗിക്കുക. ഇങ്ങനെ തലേന്ന് കെട്ടി വെക്കുക, പിറ്റേന്ന് രാവിലെ കഴിക്കുക. അങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെരിക്കോസിൻ്റെ ഒരു പരിധി വരെ നല്ല വേദന വ്യത്യാസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിന് വേറെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഈ സമുദ്രപ്പഴം ഇത് മൊത്തം ഇപ്പോൾ ഇവിടെ അങ്ങ് പറ്റി ചേർന്ന് നിൽക്കുന്ന ഒരു ചെടിയായത്. അങ്ങനെ ഒരു സാധനം ഇത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെ മനസ്സിലാക്കി നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒത്തിരി വൈദ്യന്മാർ വന്നിട്ട് ഇവിടുന്ന് ഇല കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമ്മളിതിന് പൈസയൊന്നും മേടിക്കത്തില്ല. അവർക്ക് വന്നിട്ട് ഓരോ ആവശ്യമായിട്ട് പറഞ്ഞിട്ട് ഇല കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം പറിച്ചാൽ ഇപ്പോൾ ഈ സൈഡിൽ മാത്രം കെട്ടി പറിച്ചുകൊണ്ട് പോയത്. ഈ ഒരു സൈഡിൽ നിന്ന് കുറേ ഇല കൊണ്ടുപോയി. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇല പറിച്ച് കൊടുക്കും. അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഗുണം പെട്ടെന്ന് പറഞ്ഞുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചൈനീസ് കരിയാപ്പെന്ന് പറയും. വളരെ ചെറുതാണ്, പക്ഷേ ഇതിന് മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതൊന്ന് മണപ്പിച്ച് നോക്കിയേ. നല്ല വൃത്തിക്ക് ഞെവിടി ഒന്ന് മണപ്പിച്ചേ. നല്ല മണം, ഞെവിടി മണപ്പിക്കുക. അപ്പോൾ അത് ഗുണം കൂടുതലാണ്. വളരെ ചെറുതാണ്, പക്ഷേ ഗുണം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് ചൈനീസ് കരിയാപ്പ്. മറ്റേതൊരു 10 ഇല ഇടുവാണെങ്കിൽ ഇതൊരു ഇല ഇട്ടാൽ മതി, അത്രയും ഗുണമുണ്ട്. നല്ല മണമുണ്ട്, നല്ല ചുവയുണ്ട്. ആ ചെടിയാണ്, നല്ല ഇതുള്ള ചെടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചെടികളുടെ മാത്രമായിട്ടൊരു മേപ്പോട്ടും എല്ലാം ഉണ്ട്. ഇത് പുത്രൻജീവ എന്ന് പറഞ്ഞ ചെടിയാണ്. പുത്രൻജീവ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ആദ്യം ഈ കുട്ടികളുണ്ടാവാതിരിക്കുന്നവർക്ക് വേണ്ടി ഇതിൻ്റെ കായൊക്കെ എടുത്തിട്ട് പല സാധനങ്ങളും ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇത് ബ്രൗണിയ, ഷിംഷിബ, അശോക, ഇതെല്ലാം ഒരു ഫാമിലിയിൽപ്പെട്ടതാണ്. ഇത് 3 നമ്മുടെ കയ്യിലുണ്ട്. അശോകമുണ്ട്, ഷിംഷിബയുണ്ട്. അതെ, ഇത് ഒരു ചൈനീസ് ടച്ചുമായിട്ട് ബന്ധപ്പെട്ട പേര് ഇല്ലേ? ഇത് ശ്രീലങ്കയുടെ ചെടിയാണ്. ഇത് ശരിക്കും പിന്നെ ദന്തപ്പാല എന്ന് പറയും. കാട്ടിലെ ദന്തപ്പാലയാ. ഇതിന്റെ ഇല എടുത്തിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് പിന്നെ 7 ദിവസം വെയിലത്ത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സോറിയാസിനൊക്കെ നല്ലതാണ്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഗുണമുള്ള സാധനമാണ്. താരനം കൂടുതലായിട്ട് പോകും. അത് നമുക്ക് ഈ എലാസ്റ്റിക് കൊള്ളുന്ന സ്ഥലത്തൊക്കെ ചൊറിച്ചിൽ വരുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ്.
അങ്ങനെ ഒരു ഇത് പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞൊരു ചെടിയാണ് പച്ചക്കർപ്പൂരം. ഇത് ബോധിയാൽ എന്ന് പറയും. ബോധി എന്നൊക്കെ പറയുന്ന ഒരു വൃക്ഷമാണ്. ഏറ്റവും കൂടുതൽ പ്രാണവായു തരുന്ന ഒരു സാധനം. ഇതിന് വള്ളിയൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് ഇറങ്ങി വരും. കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ താഴോട്ട് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ഒരു ചെടിയായത്. ഇനി ഇത് വള്ളിമുള. വള്ളിമുള. ഇതാണ് വള്ളിമുള. ഇതിൻ്റെ കറുപ്പുണ്ട്. നമ്മുടെ ഒരു മേളിൽ ഇപ്പോൾ കറുപ്പ്. ഇതിൻ്റെ അല്ലാതെ ഒരു കളറായത്. ഇത് കരിവള്ളിക്കോല എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ആന അടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഭൂതംകൊല്ലി മരം എന്ന് പറഞ്ഞൊരു മരമാണ്. ഭൂതംകൊല്ലി മരം. പണ്ട് മന്ത്രവാദികളൊക്കെ ഇതിന്റെ വടിയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ സിംഷിബ എന്ന് പറഞ്ഞ വൃക്ഷം. സിംഷിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെടിയാണ്. വളരെ റയറായിട്ടൊരു ചെടിയാണ്. ശരിക്കും ഉണ്ട് എല്ലായിടത്തും. പക്ഷേ എങ്കിൽ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലുള്ള സാധ്യതകൾ ആൾക്കാർക്ക് ഇങ്ങനെ കുറവാണ്. ഇത് കണ്ടോ, നമ്മൾ അവിടുന്ന് ഇവിടം വരെ വന്നിട്ടുണ്ട്. നമ്മുടെ സമുദ്ര പച്ച നല്ല രസം. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ ഇവിടുന്നൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടൊക്കെ കയറി പോകുന്ന വീട്ടിലോട്ട്. അതൊക്കെ ഒരു രസം തന്നെയാണ്. നമ്മൾ ശരിക്കും കാടിനെ സ്നേഹിക്കുകയും പ്രകൃതിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മുടെ പിന്നെ പാണ്ഡവത്തിരി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിന്റെ ഇല കത്തും. പാണ്ഡവത്തിരി എന്ന് പറഞ്ഞ ഇല കത്തുന്നതാണ്. ഇതങ്ങനെ ഒരു ചെടിയാണ്. ഇത് മഞ്ഞ പൂ പിടിക്കുന്ന മുരിക്കാണ്. ഇതിന്റെ മുരിക്കിന്റെ ഇതാണ് മഞ്ഞ കളറുണ്ട്. മഞ്ഞപ്പൂ വെള്ളപ്പൂ പിടിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ട്, ചുമന്നതുകൊണ്ട്. 3 ടൈപ്പ് നമ്മുടെ കയ്യിൽ മുരിക്കുണ്ട്. ഇത് ആണ് കമ്പകം തമ്പകം എന്ന് പറയും. ഇതിന്റെ തടിയാണ് റെയിൽവേയുടെ പാളത്തിന് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ആനക്കൂട് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇത് പിന്നെ ആനയെ ഇതിനു വേണ്ടിയുള്ള ആനക്കൂട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കട്ടിയുള്ള തടിയാണ്. അപ്പം ശരിക്കും അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ചെടികളെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ താങ്ക് യു.